ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എന്നിട്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? ന്യൂ ഇയർ റെസൊല്യൂഷൻ പോലെ ഒരു ചെറിയ തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. വീണ്ടും വീഡിയോസ് ഇട്ട് തുടങ്ങാമെന്ന് കേട്ടോ. എടുത്ത തീരുമാനം ചെറുതാണെങ്കിലും വീഡിയോ ഇടുക എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു പണിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്നാലും ഇടയ്ക്കൊക്കെ ഞാനിവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോസും കാര്യങ്ങളും ഇട്ട് പോകുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ട് ഇത് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കയ്യിലിരിക്കുന്നത് നമ്മുടെ നല്ല ഒരു നാരങ്ങയല്ലല്ലോ, നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. ഇന്ന് മക്കളെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ മാമി തന്നിട്ടുണ്ടായിരുന്നതാണ്. സത്യത്തിൽ ഇത് ഫുൾ ബോട്ടിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഞാനതിൽ നിന്ന് ഒരു പകുതിയോളം കഴിച്ചിട്ടാണ് അവിടെ നിന്ന് കയറി വന്നത് തന്നെ. ബാക്കി ഇപ്പം തന്നെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. കുളിച്ച് സുന്ദരിക്കുട്ടിയായോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഓക്കെ. എന്നിട്ട് വൈകിട്ടതേ പിള്ളേഴ്സൊക്കെ വന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇവിടെ ഒരാൾ രൂക്ഷമായിട്ട് ക്യാമറയിൽ നോക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ വന്നാൽ കുറച്ച് നേരം ഇതേപോലെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞൊക്കെ നടക്കും കേട്ടോ ആൾ. അതിന് ശേഷമാണ് നമുക്ക് പള്ളിയിൽ പോകാനുണ്ടാവും. ഫുഡൊക്കെ കഴിച്ചിട്ട് പള്ളിയിൽ പോകുന്നത്. ഇന്നിപ്പോൾ പള്ളിയിൽ പോകണ്ടാത്ത ദിവസം കേട്ടോ. അതാണ് കുറേ നേരം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വെറും ചായയും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സോ കാര്യങ്ങളൊക്കെ വൈകുന്നേരം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും ചില ദിവസങ്ങളിലൊന്നും നടക്കാറില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ജോലി തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. എന്തായാലും ബ്ലാക്ക് ടീ മസ്റ്റാണ്. അപ്പോൾ അത് ഇടാമെന്ന് വിചാരിച്ചു. ഇവിടെ ചായ പതിവില്ലാത്ത കാര്യമാണ് കേട്ടോ. പാലധികം യൂസ് ചെയ്യുന്നത് എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് അല്ലെങ്കിൽ പാല് ഉൽപ്പന്നങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതായത് അസിഡിറ്റിയുടെ പ്രോബ്ലം കൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. വോമിറ്റിംഗ് ഉള്ളതുകൊണ്ട് പാല് യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാർജ, അതുപോലെ നമ്മുടെ എന്താ പറയുക ഐസ്ക്രീം, ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ സംഭവങ്ങളൊക്കെ കഴിച്ചാൽ ഞാൻ വോമിറ്റ് ചെയ്യും. അതിൻ്റെ ടേസ്റ്റും എനിക്ക് പറ്റാതായിട്ടുണ്ട് ഗൈസ്. അത്ര എനിക്ക് താല്പര്യമില്ല. എവിടെ പോയാലും എനിക്ക് ഷാർജയോ ഫ്രൂട്ട് സലാഡോ ഐസ്ക്രീമോ ഒക്കെ വാങ്ങിച്ചു തരാമെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. എൻ്റെ ഈ കടയും ടേസ്റ്റുകൾ എപ്പോഴും രണ്ടായിരിക്കും. ഇക്ക ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളും ഞാൻ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുമായിരുന്നേ. പക്ഷേ ഇപ്പോൾ എനിക്കത് പറ്റാറില്ല. ആദ്യമായിട്ടാണ് ഒരു ഫ്രൂട്ട് സലാഡ് ഈ ഇടയ്ക്ക് ഞാനും അനിയത്തിയും കൂടി കടയിൽ പോയപ്പോഴത്തേക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി വയ്ക്കുന്ന കേട്ടോ. എനിക്ക് ഒട്ടും അങ്ങോട്ട് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അലർജി പ്രോബ്ലങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ചെറിയ തണുപ്പ് കഴിച്ചാൽ തന്നെ എനിക്ക് തൊണ്ടവേദനയും എന്താ പറയുക ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഞാനിപ്പോൾ പൊതുവേ അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി വെച്ചേക്കാണ്. പിന്നെ ബേക്കറി ഇവിടെ വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കുക. കൂടുതൽ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നും ഒരു കുറച്ചും കൂടിയൊക്കെ ബേക്കറി വാങ്ങിക്കണം അല്ലെങ്കിൽ വാങ്ങുന്നതും ഞാനായിരിക്കും കേട്ടോ. കാരണം എനിക്ക് കൂടുതലും ബേക്കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഓക്കെ, അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ ഭാവിയിൽ അനുഭവിക്കും. എന്നാലും കൊതിക്ക് വേണ്ടിയൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ ആപ്പിൾ കട്ട് ചെയ്ത് പിള്ളേഴ്സിന് കൊടുക്കാം എന്ന് വിചാരിച്ചു. ബ്ലാക്ക് ടീ ഉണ്ടാക്കി നമുക്കും കുടിക്കാം. അവരും കുടിച്ചോളൂ കേട്ടോ. അവർക്ക് ചായയും പാലും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ വളരെ കുറച്ച് മാത്രമാണ് കൊടുക്കുന്നത്. അത് ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ്. പാല് കുടിക്കണോ വേണ്ടേ, അത് കൊടുക്കുന്നത് നല്ലതാണോ നല്ല അല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കുറേ വീഡിയോസും അല്ലെങ്കിൽ കുറച്ച് ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് പാലത്ര നല്ലതല്ല എന്ന്. എന്നാൽ പാല് കുടിക്കാൻ പറയുന്ന ആൾക്കാരും ഉണ്ട്. മൊത്തത്തിൽ കൺഫ്യൂഷനാണ് ഗൈസ്. ജീവിതം മൊത്തം ഒരു കൺഫ്യൂഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആപ്പിൾ കുറച്ച് എൻ്റെ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് പുറത്താട്ടോ വെച്ചിരുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ആപ്പിളിന് സംഭവിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. അതുപോലെ നമ്മൾ കട്ട് ചെയ്ത ആദ്യത്തെ പീസ് നമ്മൾ തന്നെ കഴിക്കണം എന്നാണല്ലോ പ്രമാണം. അങ്ങനെ തന്നെയാണോ നിങ്ങളൊക്കെ? പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയൊക്കെ എന്ത് സാധനം എടുത്താലും അത് നമുക്ക് തരും കേട്ടോ. പോരെണ്ണേ ഉള്ളൂന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വിഭജിച്ച് നമുക്ക് മക്കൾക്ക് തരും. ഉമ്മച്ച് കഴിക്കാറില്ലായിരുന്നു. പക്ഷേ ഞാനങ്ങനെയല്ല കേട്ടോ. എന്ത് സാധനം കിട്ടിയാലും അതിന് 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഞാനും അന്നുവും റൈഹുമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അവർക്കാണെങ്കിലും ഒരു മിഠായി കിട്ടിയാലും അവരത് കൃത്യം 3 പീസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ 3 പേരുമായിട്ടായിരിക്കും കേട്ടോ കഴിക്കുന്നത്. അതിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ കഴിക്കുന്നത് ഞാനും ആയിരിക്കും. അല്ലാണ്ട് നമുക്ക് എന്ത് കിട്ടിയാലും അത് മക്കൾക്ക് കൊടുക്കാം, നമ്മൾ കഴിക്കേണ്ട ആ ഒരു ഇതിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. നമുക്ക് ഇപ്പോൾ മിഠായി ആണെങ്കിൽ അത് ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണെങ്കിൽ ഓക്കെ നമുക്ക് കഴിക്കാതിരിക്കാം. അതല്ല നമുക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും
വേണ്ട അത് മക്കൾ കഴിച്ചോട്ടെ എന്നൊരു മൈൻഡ് സെറ്റ് വയ്ക്കുന്നതിനോട് എനിക്ക് പൊതുവേ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്ത് കിട്ടിയാലും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. റൈഹു അന്നു അങ്ങനെ തന്നെയാണ്. കുറച്ച് കൂടുതൽ റൈഹു ആട്ടോ, അവൻ എന്ത് കിട്ടിയാലും അവൻ എനിക്ക് കൊണ്ട് തരാറുണ്ട്. ഇക്ക പിന്നെ പൊതുവേ ഈ വക കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തോട്ട് അവരധികം പോകാറില്ലൊക്കെ. വീട്ടിൽ ഉണ്ടെങ്കിൽ കൊടുക്കാറുണ്ട്. പക്ഷേ ആൾ പൊതുവേ ഈ ഐറ്റംസിനോടൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളധികം നിർബന്ധിക്കാറില്ല ഗൈസ്. ദേ ഇവിടെ എനിക്ക് കുറച്ച് തുണിയൊക്കെ വെട്ടാനുണ്ടായിരുന്നു. കട്ടിലല്ലല്ലോ, സെറ്റിയിൽ നിങ്ങൾക്ക് കുറേ തുണികൾ കാണാൻ പറ്റും. വെളിയിലത്തെ കുറേ തുണികൾ കാണാൻ പറ്റും. ക്രിസ്മസിൻ്റേതായ വൈബ് എൻ്റെ വീട്ടിൽ എവിടെയും റെഡ് കളർ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കടയിലത്തോട്ട് തച്ചു കൊടുക്കാനുള്ള സാധനങ്ങളാണ് അവിടെ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ ഞാൻ ചെയ്ത് കേട്ടോ. അവർ സ്കൂളിൽ പോയ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ബാക്കി പരിപാടിക്കൊക്കെ നിന്നത്. നമ്മൾ തനിച്ചാവുമ്പോഴത്തേക്കും വീട്ടുജോലിയും നമ്മുടേതായ ജോലികളും എല്ലാം കൂടിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അതാണ് എൻ്റെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി എടുക്കുന്ന കഥ ഞാൻ ഇക്കാവിടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇക്ക ആ ഫുൾ ഇഞ്ചി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഹെയർ അക്സസറീസിൻ്റെ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഐറ്റംസാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കുമ്പോഴേക്കും ഈ ഐറ്റംസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് തീരും. പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ എന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സ്ലൈഡ്സും ബണ്ണും കാര്യങ്ങളും ഒക്കെയാണ് ഇത്തവണ എടുത്തേക്കുന്നത്. ഭയങ്കര അടിപൊളിയാട്ടോ. ഇത് കണ്ടാൽ ആരെങ്കിലുമൊക്കെ ഒന്നെങ്കിലും എടുക്കാണ്ട് വീട്ടിൽ പോകാൻ അവർക്ക് തോന്നില്ല എന്നെനിക്കറിയാം. നമ്മൾ മേക്കിംഗ് പ്രോഡക്റ്റാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും ഇതേപോലെയുള്ള ഐറ്റംസും കൂടി ഇൻക്ലൂഡ് ആക്കാമെന്നുള്ള കാര്യം. കുറേ ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഞാൻ ഈ ഒരു ഗ്യാപ്പ് എടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനൊന്ന് കറങ്ങി റൗണ്ട് അടിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും നമ്മുടെ ബ്ലാക്ക് ടീ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കുടിച്ച് കുറച്ച് എനർജിയൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ട് അടുത്ത ജോലിക്ക് പോകാമെന്ന് വിചാരിക്കണു. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ഇതേപോലെ ബ്ലാക്ക് ടീ ഒക്കെ ഉണ്ടാക്കി എടുക്കും. പക്ഷേ അത് മുഴുവനും കുടിക്കൂല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇവിടെ വെച്ചിട്ട് പോവും. എപ്പോഴെങ്കിലും വന്നൊരു സിപ്പ് എടുക്കും. മുഴുവൻ കുടിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല കേട്ടോ. എന്നാൽ പിന്നെ അത് ഉണ്ടാക്കാതിരുന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അത് എനിക്കൊരു സമാധാനം കിട്ടൂല. ഉണ്ടാക്കിയൊക്കെ ചെയ്യും ഞാൻ, എന്നിട്ട് കുറച്ചേ കുടിക്കുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇത് പ്രോട്ടീൻ പൗഡറോ ബിസ്ക്കറ്റോ എന്തോ വന്നതിൻ്റെ ടെന്നിൻ്റെ അകത്ത് എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് ഞാൻ ഇട്ട് വെച്ചേക്കുവാണ് കേട്ടോ. 2020 ആണ് എൻ്റെ എവർ ടൈം ഫേവറേറ്റ് ബിസ്ക്കറ്റ് എന്ന് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വോമിറ്റിങ് വരാറുണ്ട്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ വാങ്ങിക്കുന്നൊരു സാധനം ഇതാണ് കേട്ടോ, 2020യുടെ ബിസ്ക്കറ്റ്. ഗുഡ് ഡേ ഒക്കെ മുന്നേ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ല. അതുപോലെ ക്രീം ബിസ്ക്കറ്റ് കാര്യങ്ങളിനെക്കാട്ടി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇതാണ്. പണ്ട് ടൈഗർ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ടൈഗറിൻ്റെയൊക്കെ ടേസ്റ്റ് ഒരുവിധം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഫേവറേറ്റ് ഗുഡ് ഡേ ആണ്. ഇതും അവർ ചെറിയ രീതിക്കൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്, എന്നാലും ഓക്കെയാണ്. എൻ്റെ ഡ്രസ്സ്, കപ്പ്, അടുക്കളയുടെ കളർ, മുകളിൽ തൂക്കിയിട്ടേക്കുന്ന സാധനം മുതലായവ ഒരേ കളറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ബിസ്ക്കറ്റും ചായയും ഒക്കെ കുടിച്ച് ഒരു എനർജിയൊക്കെ വരുത്തട്ടെ. പിള്ളേഴ്സ് അവിടെ ഇരുന്ന് അവർക്കിങ്ങനെ എന്താ പറയുക, എൻ്റെ കണക്ക് തന്നെയാണ് കേട്ടോ. സ്ഥിരം രാവിലെ ചായ കുടിക്കണം, വൈകിട്ട് ചായ കുടിക്കണം, അങ്ങനെ ഒരു ശീലമേ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ എനിക്കാണെങ്കിലും മിക്കാക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഒരു ദിവസം ചായയോ കാഫിയോ കിട്ടിയില്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. ചില ആൾക്കാർക്ക് തലവേദന വരും, വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരില്ലേ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പിള്ളേർക്ക് ഒരിക്കലും അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ചില ദിവസങ്ങളിൽ ഞാൻ ബ്ലാക്ക് ടീ ഉണ്ടാക്കിയിട്ട് കൊടുക്കാതെ ഇരിക്കും കേട്ടോ. അതായത് എന്നും കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കേണ്ടെന്ന് വെച്ചിട്ട് ചില ദിവസം ഞാൻ അതങ്ങ് ഒഴിവാക്കും. അപ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ട് വരില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ എങ്ങാനും ഒരു ദിവസം ഇതൊക്കെയാണ് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തലവേദന എടുക്കുന്നു, ഛർദ്ദിക്കാൻ വരുന്നു എന്നൊക്കെ പറയുന്ന കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ കേട്ടോ ഞാൻ അങ്ങനെ ഒരു ശീലങ്ങൾ ഫുഡിലൊന്നും ഉണ്ടാക്കി വയ്ക്കാത്തത് ഒരു ഫുഡിലും ഇല്ല കേട്ടോ. എന്താണോ ഉള്ളത് അത് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സിസ്റ്റം. ഒന്നിനും ഒരു വാശി ഉണ്ടാക്കി വെക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ എൻ്റെ കഥാപ്രസംഗം. നാളെ വീഡിയോ ഇടാൻ പറ്റുവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.